പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹസമ്പന്നനായ കർത്താവിൻ്റെ വലിയ വിശ്വസ്തതയാൽ ഈ അനുഗ്രഹീതമായ കർത്തൃദിനത്തിൽ മഹാപരിശുദ്ധനെ ആരാധിപ്പാൻ കൃപാലുവായ ദൈവം നമ്മെ കൂട്ടി വരുത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്ന എല്ലാ ഇടങ്ങളിലും, നമ്മുടെ യാത്രാവേദികളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും വിശ്രമസ്ഥാനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നാം സുരക്ഷിതരായി കഴിഞ്ഞു. ദൈവത്തോട് നന്ദി പറയുവാനും ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാനും ഇങ്ങനൊരു നല്ല കൂട്ടായ്മ ആഴ്ചവട്ടത്തിന് 1-ാം നാളിൽ ദൈവം നമുക്കായി ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രിയ റെജി ബ്രദറിനെ തൻ്റെ ഭവനത്തിൽ പോയി കണ്ടപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. ചില ആഴ്ചകളോളം ആരാധനയ്ക്കോ മറ്റു കൂടിവരവുകൾക്കോ സംബന്ധിപ്പാൻ കഴിയാതെ താൻ ഭവനത്തിലായിരിക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ഭാരപ്പെടുകയുണ്ടായി. കുറച്ചു സമയം ആ ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി ചിലവിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ഇന്ന് പ്രിയപ്പെട്ടവനെ ആരാധനയ്ക്കായി ദൈവം കൂട്ടി വരുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം താൻ പിന്നീട് പറയുന്നതായിരിക്കും. എങ്കിലും ചില ദിവസങ്ങളോ ഹോസ്പിറ്റലിൽ വളരെ പ്രയാസമായ സാഹചര്യത്തിൽ താൻ കഴിയേണ്ടതായിട്ട് വന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവിടുന്ന് നമ്മെ ജീവപൂരി എന്നും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്ക് മെമ്മറി വേർഡ്സ് പറയാനും അത്യാവശ്യമായി സാക്ഷി പ്രസ്താവിക്കേണ്ടവർക്ക് സാക്ഷി പ്രസ്താവിക്കുവാനും ഒടുവിൽ സമയം തരുന്നതായിരിക്കും. നാം നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ സഭായോഗം ആശീർവാദം പറഞ്ഞ് ഇന്ന് പിന്നീട് അവസാനിപ്പിക്കുന്നതായിരിക്കും. മുഖവര പറഞ്ഞ സമയം ദീർഘിപ്പിക്കാതെ വളരെ പെട്ടെന്ന് കർത്താവ് തന്ന ഒരാലോചന ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം അതിന് 35-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാന വിഷയമായി കർത്താവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ 37, 38, 39 അധ്യായങ്ങളിൽ അനവധി ചോദ്യങ്ങൾ യഹോവയായ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്. We can see in the book of Job chapters 38, 37, 38 and 39 God was asking a lot of questions to Job. കുറേ സമയം മെനക്കെട്ട് ഞാൻ ഈ 37, 38, 39 അധ്യായങ്ങളിൽ യഹോവയായ ദൈവം ഇയ്യോബിനോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒന്ന് എണ്ണാൻ തീരുമാനിച്ചു. I took a few minutes and I tried to count all the questions Job was asked by God. 86 ക്വസ്റ്റ്യൻസ് യഹോവയായ ദൈവം
ഇയ്യോബിനോട് ചോദിക്കുന്നു. I counted almost 86 questions God asked Job. ഒരു ചോദ്യത്തിന് പോലും ഇയ്യോബിന് ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല. Even one of the questions of that 87 questions he was unable to answer. ഇയ്യോബെന്ന് മാത്രമല്ല, ഓരോ മനുഷ്യനും ഉത്തരം നൽകുവാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് യഹോവ ഇയ്യോബിനോട് ചോദിച്ചത്. The Lord God asked Job certain questions and nobody on this earth, no human being can give an answer to those questions. മറ്റുള്ളവരെ ഉത്തരം മുട്ടിക്കുക എന്നുള്ളതല്ല എൻ്റെ കർത്താവിൻ്റെ ഉദ്ദേശം. God was not playing a game with Job so that he cannot answer any of the questions. നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ അത്ഭുതകരവും വിസ്മയകരമായി ഉത്തരം നൽകി അനേകരെ എൻ്റെ കർത്താവ് വിസ്മയിപ്പിച്ചിട്ടുണ്ട്. God during his stay on this earth as a Lord and Jesus Christ, he replied to scribes and Pharisees in an amazing way, and they were exclaimed due to his knowledge and his answers. ഈ ഇയ്യോബിന്റെ പുസ്തകം 37, 38, 39 അധ്യായങ്ങളിലെ ചോദ്യങ്ങളൊക്കെ വളരെ രസകരമാണ്. These questions throughout these chapters 37, 38 and 39 are very interesting questions. 39 അധ്യായം അതിന്റെ 19 വാക്യത്തിൽ കുതിരയ്ക്ക് ശക്തി കൊടുക്കുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? There is a question we can see in Job chapter 39 verse 19. Do you give the horse his might? അതിന്റെ കഴുത്തിന് നീയാണോ ഈ കുഞ്ഞിരോമം അണിയിച്ചത്? Do you clothe his neck with a mane? 39:26 നിന്റെ വിവേകത്തിലാണോ പരുന്ത് പറക്കുന്നത്? Verse 26, is it by your understanding that the hawk soars? അതിന്റെ ചിറക് തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത് എങ്ങനെ? Stretching his wings toward the south. നിന്റെ കൽപ്പനയാലാണോ കഴുകൻ മേലോട്ട് പറക്കുന്നത്? Is it at your command that the eagle mounts up? അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവൻ ആരാണ്? Who put wisdom inside you? മനസ്സിന് വിവേകം കൊടുത്തവൻ ആരാണ്? Who gave you knowledge? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ഈ 37, 38, 39 അധ്യായങ്ങളിലുണ്ട്. അതിൽ ചിലത് മാത്രമേ ഞാൻ ഓർപ്പിച്ചുള്ളൂ. Throughout these chapters we can see several questions. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച ചോദ്യം, അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? The question today we are going to meditate is, can you send forth lightnings that they may go and say to you, here we are? ആ ചോദ്യവും അതിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് നമ്മുടെ കർത്താവ് കൊടുത്ത ചില ഉത്തരങ്ങളെക്കുറിച്ച് പ്രാരംഭത്തിൽ ഓർപ്പിച്ചിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് കടക്കാം. I would like to give you initially the answers which was given by Lord Jesus Christ, and then we can come back to this verse. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ Luke chapter 2 verse 47, നമ്മുടെ കർത്താവിനെ തന്റെ 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിലേക്ക് അമ്മയപ്പന്മാർ കൊണ്ടുപോകുകയും his parents went to Jerusalem and the parents took Jesus to Jerusalem temple. യേശു തങ്ങളോട് കൂടിയോ തങ്ങളുടെ സഹയാത്രക്കാരുടെ കൂടിയോ ഉണ്ടെന്ന് അവർ ഊഹിച്ചിട്ട് യേശു ഇല്ലാതെ ഒരു ദിവസം മുഴുവൻ അവർ യാത്ര ചെയ്തു. They were supposed that Jesus Christ will be with them throughout the journey, but after 3 days they came to realize that their son was not with them. യേശുവിന്റെ അമ്മയപ്പന്മാർക്ക് മനസ്സിലായി തങ്ങളോട് കൂടിയോ തങ്ങളുടെ സഹയാത്രക്കാരുടെ കൂടിയോ യേശു ഇല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ വളരെ വേദനപ്പെട്ട് തിരിഞ്ഞു ഓടുവാനിടയായി തീർന്നു. When the parents realized that they were unable to find their kid, they returned to Jerusalem to looking for him. 3 ദിവസം യേശുവിനെ അവർ തപ്പി. They searched for their son for 3 days. 3-ാം ദിവസം അവർ യേശുവിനെ കണ്ടെത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ചായിരുന്നു. After 3 days they found him in a very unexpected place. ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും തത്വചിന്തകന്മാരുടെയും ബുദ്ധിജീവികളുടെയും നടുവിലിരുന്ന് അവരോട് ഉപദേശം ചോദിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും അവർക്ക് ഉത്തരം മുട്ടത്തക്ക നിലയിൽ
കർത്താവ് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത് കാണുവാനിടയായി. When they came back, they saw that Jesus was sitting in the midst of the teachers, both listening to them and asking them very valid questions inside the temple. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി എന്ന് നമ്മൾ വായിക്കുന്നു. And all who heard him were amazed at his understanding and his answers. നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ഉത്തരങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുന്നതായിരിക്കും. Lord Jesus, whenever he gave us an answer, that answer will be always an amazement. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വിവിധ സന്ദർഭങ്ങളിലായി എൻ്റെ കർത്താവ് നൽകിയ ഉത്തരങ്ങൾ നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടില്ലയോ? Many of us who are sitting here, many times we received certain answers from God, and didn't it amaze us several times? യോഹന്നാൻ സഹോദരനായ യാക്കോബിനെ ഹേരോദാവ് വാളുകൊണ്ട് കൊന്നിട്ട് സ്തോത്രം പത്രോസിനെ കാരാഗൃഹത്തിൽ ബന്ധിച്ചിരിക്കുക. James, brother of John, when he was actually imprisoned, at that time Peter was kept in prison. നന്നാല് ചേവറിനിടയിൽ ബന്ധിക്കപ്പെട്ടവനായി പത്രോസ് കാരാഗൃഹത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. Peter was imprisoned and he was with soldiers to keep watch on him. യഹോവയുടെ ദൂതൻ കാരാഗൃഹത്തിൽ ചെന്ന് പത്രോസിനെ തട്ടി നീ എൻ്റെ പിന്നാലെ വരുവീൻ എന്ന് പറയുവാനിടയായി. Angel of the Lord appeared to Peter in prison and called him and knocked on his shoulders and told him, get up and walk outside of this prison. സ്തോത്രം ഒന്നാം കാവലും രണ്ടാം കാവലും കടന്നു പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ തന്നെ തുറന്നുപോയി. The first gate and the second gate opened, and the third gate was opened by itself. അതിനുശേഷം ദൂതൻ അപ്രത്യക്ഷപ്പെട്ടു. And then the angel disappeared. പ്രിയരെ, ഈ സന്ദർഭത്തിൽ പത്രോസ് പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 9-ാം വാക്യം. Acts chapter 12 verse 9, we can see Peter's reply. കേട്ടോ സ്തോത്രം. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് അയ്യോ ഇത് വാസ്തവമാണോ അതോ ഒരു സ്വപ്നമാണോ എന്ന് സംശയിക്കുവാറ് പത്രോസ് സംശയിക്കുവാൻ ഇടയായി തീർന്നു. Peter was unaware what was happening, and he was not knowing that it was being done by an angel, and it was real. രണ്ടൂന്ന് വാക്യം താഴെ വായിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്, സുബോധം വന്നപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് ദൂതൻ മുഖാന്തരം സംഭവിച്ചതാണ്, ഇത് സ്വപ്നമല്ല, ഇത് വാസ്തവമാണെന്ന് പത്രോസിന് ബോധ്യപ്പെട്ടു. After some time, Peter came to himself and knew that it is real. ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചെന്ന് ഞാനിപ്പോൾ വാസ്തവമായിട്ട് അറിയുന്നു. He was saying that now I know for sure that the Lord has sent forth his angel and rescued me from the hand of Herod and from all that the Jewish people were expecting. നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ചില ഉത്തരങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഒന്ന് നുള്ളി നോക്കണമെന്ന്. Usually I mention that whenever we see certain real answers, when we pray and we are unable to believe that is it real or not. ഇത് വാസ്തവമാണോ അതോ സ്വപ്നമാണോ? And we may think that whether it is real or unreal. നമുക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള ചില ഉത്തരങ്ങളാണ് എന്നെ നിങ്ങളെയും വിസ്മയിപ്പിക്കേണ്ടതിന് എന്റെ ദൈവം ഒരുക്കി തരുന്നത്. Certain situation and in certain scenarios, God will always answer us in a very unexpected and unrealistic way. എന്റെ പ്രിയപ്പെട്ടവരെ, ചില വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുവാനാവില്ലാത്ത നിലയിൽ എത്രയോ വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയിൽ നമുക്ക് ഉത്തരം നൽകി നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. When you look back to your past, just imagine how many things God has done in each one of our lives and what all miracles he has done in a very unexpected way throughout our lifetime until this moment. അതുകൊണ്ട് തന്നെയാണ് 126-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, ബാക്കി നിങ്ങൾ പറ, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു.
And there is a verse, Psalmist is saying in Psalm 126, he is saying that when God brought us back, we were thinking that it is a dream. യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. When the Lord brought back the captive ones of Zion, we were like those who dream. എന്തുകൊണ്ടെന്നാൽ ഒരു കാരണവശാലും ഇസ്രായേലിന് ഇനി ഒരു ഭദ്രത ഉണ്ടാകുകയില്ല, ഇസ്രായേലിന് ഒരു യോജിപ്പ് ഉണ്ടാകുകയില്ല, ഇസ്രായേൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരികയില്ല എന്ന് ചിന്തിച്ച് ഇസ്രായേൽ നശിക്കുമെന്ന് ചിന്തിച്ചെടുത്ത ദൈവം അവരെ കൂട്ടിവരുത്തിയത്. There were no hope against hope. They were sitting in very desperate condition. At that time, God made and God has done a tremendous miracle, and Lord brought back the captives to Zion. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. Let us come back to the verse which we just read, the book of Job. അടിയങ്ങൾ വിടകൊള്ളുന്നുവെന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? Can you send forth lightnings that they may go and say to you, here we are? നിന്നെ നശിപ്പിക്കുവാൻ, ഇല്ലായ്മപ്പെടുത്തുവാൻ, നിർമൂലമാക്കുവാൻ ശത്രുവായ പിശാച് വിവിധ നിലകളിൽ സ്വതന്ത്രം മിന്നല് സമാനമായ വിഷയങ്ങൾ, ഇടിമിന്നലിന് സമാനമായ വിഷയങ്ങൾ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, തലമുറയിലേക്ക് പാഞ്ഞടിപ്പിച്ചു. There are certain circumstances at that time. Satan will send certain circumstances or certain issues in our life like lightning. Very unexpected way we are facing each and every day. ആരെയും ഭയപ്പെടുത്തുന്ന ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തീ വാളാണ് മിന്നല്. Lightning is actually very unexpected fire from heaven. വലിയ ഇടിമുഴക്കത്തോടുകൂടി ഈ മിന്നൽ വരുമ്പോൾ കാട്ടാനക്കൂട്ടങ്ങൾ വരെ അലറി ഓടി ഒളിക്കുന്നത് കാണാൻ കഴിയും. This lightning is always appears certain times with the big thunderstorm, and we are all afraid. Even the biggest and the fiercest animals are so much afraid of this lightning and thunder. ഹല്ലേലൂയ. മിന്നല് ചില വ്യക്തികളെ നശിപ്പിക്കേണ്ടതിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ സർവശക്തനായ, സർവവ്യാപിയായ, സകലത്തിന്റെ ഉടയവനായ, എല്ലാത്തിന്റെയും കാരണഭൂതനായ യഹോവയുടെ സാന്നിധ്യം ഈ മിന്നൽ തിരിച്ചറിയുന്നു. When lightning will come to certain families in a very unexpected way, like lightning's problems will come. At that time, God is there. ഈ മിന്നല് സ്തോത്രം ആ വ്യക്തിയോട് അഥവാ ഈ അവരോട് പറയുക, ഞങ്ങളെ ദയവായിട്ടൊന്ന് വിട്ടയക്കണമേ, ഞങ്ങൾ വിടകൊള്ളുന്നു, ഞങ്ങൾ കടന്നു വന്ന ഉദ്ദേശം നടത്തുന്നില്ല, നിന്നോടുകൂടെ ദൈവസാന്നിധ്യത്തെ ഞങ്ങൾ കാണുന്നു, അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാതെ ഞങ്ങളെ ഒന്ന് വിട്ടയക്കണമേ എന്ന് മിന്നൽ ഇയ്യോബിനോട് പറയുന്നു. The lightnings are telling to Job that please let us be released. We are not going to do what we are aimed to do. മിന്നലുകളെ നിനക്ക് പറഞ്ഞയക്കാമോ എന്ന് ഇയ്യോബിനോട് ചോദിച്ചപ്പോൾ തൽക്ഷണം ഞാൻ പറഞ്ഞയക്കാമെന്നൊന്നും ഇയ്യോബ് പറയുന്നില്ല. When Job was asked this question, Job was not replying to God that I will be ready to send back these lightnings. മിന്നലുകളെ പറഞ്ഞയക്കുവാൻ ഇയ്യോബിന് ശക്തിയില്ല, സ്വയമേവ ശക്തിയില്ല. Job is a helpless person to send back or send forth the lightnings. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിന്റെയും കാരണഭൂതനും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനും സർവോപരി മഹാപരിശുദ്ധനുമായ യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു മിന്നലും നിന്നെ തൊടുകയില്ല. Amen. And omniscient, omnipotent, and an everlasting God who is an Ebenezer and who will always walk with you so that no lightning or thunder can struck you. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പെരുവെള്ളം നിന്നെ മുക്കിക്കളയയില്ല, അഗ്നിയാല നിന്നെ ദഹിപ്പിക്കത്തില്ല. That is the reason God has given us a promise that even the flood cannot engulf you, all the fire can destroy you. നാളുകൾക്ക് മുമ്പ് ദൈവം എന്നെ പഠിപ്പിച്ചൊരു വാക്യം ഞാൻ കൂടെ ഈ സഭയെ പറയാറുണ്ട്. I learned a verse as a very dearest to my heart, and I kept repeating that verse several times in this congregation. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്യമാ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തില് അതിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യം.
പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത് നമുക്ക് ആത്മീയവർദ്ധനവിന് കാരണമായി തീരും. John chapter 10 verses 26 through 28. ആ ആ ആ ആ ആ ആ ആ ആ കേൾക്കണേ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക്, ശ്രദ്ധിക്കണേ, നിത്യജീവൻ കൊടുക്കുന്നു. ഞാൻ അവയെ എൻ്റെ ഉള്ളംകൈയിൽ വഹിക്കുന്നു. ഒരു ശക്തിക്കും ഒരു ശക്തിക്കും, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരു ശക്തിക്കും എന്റെ കയ്യിൽ നിന്ന് അവ പിടിച്ചു പറിക്കാനാവില്ല. Amen. Hallelujah. My sheep hear my voice and I know them and they follow me and I give eternal life to them and they will never perish and no one will snatch them out of my hands. ഒരു എക്സാമ്പിൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. I would like to give you an example with respect to my personal experience. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോട്ടയം സെൻട്രലിലെ ഒരു ലോക്കൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ, Several years back I was ministering in a church in Kottayam. വളരെ പ്രാർത്ഥനയുടെ ഫലമായി, കർത്താവിൻ്റെ വചനം ഭവനത്തിൽ പോയി കൂടെ കൂടെ അറിയിച്ചതിൻ്റെ ഫലമായി, ആ വീട്ടിൽ പോയിരുന്ന ബൈബിൾ ക്ലാസ് എടുത്തതിൻ്റെ ഫലമായി ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു പൈതലും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുവാനിടയായി. One of the family members in that family, I usually went and was shared the gospel several times and encouraged them, and by God's grace that family became born again. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായി. They came to realize that they accepted Jesus as their personal savior and took water baptism, and then after 2 months a big incident happened. ആ സന്ദർഭത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ആ അരിപ്പറമ്പ് മേഖലയിൽ ഒരു വലിയ ഇടിമിന്നൽ ഉണ്ടാകുവാനിടയായി തീർന്നു. The area where I was ministering, that area, a big lightning and thunder happened. ഈ സമീപത്തുള്ള ഞാൻ ഈ പറഞ്ഞ ആ കുടുംബത്തിന്റെ കിച്ചന്റെ ഭിത്തി പൊട്ടിത്തകരുവാനിടയായി തീർന്നു. The family which I just mentioned, that family's house's kitchen area got burned. ദേശത്തെ നടുക്കത്തക്ക നിലയിൽ ആ ഇടിമിന്നല് പാസ് ചെയ്യുവാനിടയായി തീർന്നു. That lightning and thunder was a destroyer to that whole area at that time. ആ ഭവനത്തിലെ ആ വാത്സല്യ സഹോദരി unconscious ആയി നിലത്ത് വീണു. That woman of that house actually fell unconscious due to that lightning. ഭവനത്തിലെ നിലവിളി കേട്ട് അയൽവാസികളെല്ലാം ഓടിച്ചെന്നു. Due to that incident, all of the neighbors ran to that house. എടുത്ത് വാഹനത്തിൽ വെച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. They took that lady of the house and they were planning to take her to the hospital. ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ കോൺഷ്യൻസ് ആകുകയും എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കാണുവാനിടയായി. Before they reached hospital, that lady came to conscious and she was asking, what happened to me? മണറാട് സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ 3 ഡെഡ് ബോഡി ഈ ഇടിമിന്നലിൽ ആ പ്രദേശത്ത് 3 പേര് മരണപ്പെടുവാനിടയായി. ആ 3 പേരുടെ ഡെഡ് ബോഡി കാണുവാനിടയായി. When they took that lady to the Manargadu hospital, we saw 3 dead bodies due to that lightning incident already up there. They were keeping that. അവിടുത്തെ പ്രധാന ഡോക്ടർ പറഞ്ഞു, സഹോദരി നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ്, നിങ്ങളോടൊപ്പം ഈ ഡെഡ് ബോഡിയോടൊപ്പം നിങ്ങൾ ഇവിടെ കിടക്കേണ്ടതായിരുന്നു. That time the doctor told that lady of the house, you also should be one among these corpses or dead bodies, and you were so lucky to spare your life. ദൈവം അത്ഭുതകരമാവണ്ണം ആ സഹോദരിയെ വിടുവിച്ചു. അതിന് ഒരു കാരണം കൂടിയുണ്ട്. God kept that lady safe that day, and there is another reason also for that. ഈ സഹോദരിക്ക് ധാരാളം ആഭരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ ഈ ആഭരണം എല്ലാം ഊരി സ്നാനപ്പെട്ടു. എന്നാൽ ഈ മരണപ്പെട്ടവരുടെ എല്ലാ ശരീരത്തിൽ ഈ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായി.
And at the time of their baptism, she actually removed all of her ornaments. She was wearing a lot of gold ornaments and she removed. Those who are dead, they were all actually wearing ornaments, gold, and that's the reason lightning struck that metal. ഡോക്ടർ പറഞ്ഞു ഓർണമെന്റ്സ് ഒന്നും ശരീരത്തിൽ ഇല്ലാതിരുന്നതിനാൽ മാത്രമാണ് ജീവനോടെ ഇന്ന് നിലനിൽക്കുന്നത്. Doctor told that since you didn't have wearing any ornaments or didn't have any medals on your body, that is the only thing you spared your life. ഡോക്ടർ ഹോർമൺസിന്റെ കാര്യം പറയുന്നു. എന്നാൽ ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ദൈവം ഞങ്ങളെ മാനിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I believe that doctor was saying the cause of her life saving, but I believe that God actually shown his grace and mercy towards us. ഞാൻ പറഞ്ഞതിന്റെ സാരം ഹല്ലേലൂയ. Hallelujah. ഇടിമിന്നൽ പോലും ഞങ്ങളെ ദയവായിട്ട് പറഞ്ഞയക്കണമേ, ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കത്തില്ല, ഞങ്ങളെ വിട്ടയക്കണമേ എന്ന് നമ്മോട് പറയത്തക്ക നിലയിൽ ഞാനും നിങ്ങളും വിശുദ്ധിയോടെ ദൈവത്തോട് കൂടെ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. Even like lightning and thunder, there are certain problems will come and attack us, but it will leave if we stand holy. നമ്മുടെ കർത്താവിനെ വിസ്തരിക്കുന്ന സന്ദർഭത്തിൽ പീലാത്തോസ് കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു. When our Lord Jesus was being questioned by that group of people, Pilate asked Jesus a question. യേശുവേ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നീ ഉത്തരം പറ. നീ ഉത്തരം പറയാണ് നിന്റെ വാക്കിൻ്റെ, നിന്റെ സാക്ഷ്യത്തിൻ്റെ, നിന്റെ ഉത്തരത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമുണ്ട്. Pilate told Jesus that if you give me certain answers to my question, I have an authority to release you. എനിക്ക് നിന്നെ വിട്ടയക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ എനിക്ക് നിന്നെ ക്രൂശിക്കാനും അധികാരമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. And then Pilate mentioned that I have the authority to either release you or to punish you. So I have authority over you. അപ്പോൾ കർത്താവ് അതിന് ഉത്തരം പറഞ്ഞു. പീലാത്തോസേ, ഞാനൊരു ഉത്തരം നിന്നോട് പറയാം. മേലിൽ നിന്ന് അനുവാദം ലഭിക്കാത്തിടത്തോളം എൻ്റെ മേൽ ഒരു അധികാരവും പീലാത്തോസേ നിനക്കില്ല. At that time, Lord Jesus replied to Pilate, you do not have an authority until and unless an authority is given to you from above. സുവിശേഷം 4 സുവിശേഷങ്ങൾ, ഒരു സുവിശേഷത്തിൽ മാത്രം ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-11 വാക്യം ആദ്യം എടുത്തവർക്കൊന്ന് വായിക്കാം. Luke chapter 19 verses 10 and 11. That is what I am talking about. ഒന്ന് വായിക്കാമോ? Luke chapter 19 verses 10 and 11. അതല്ല 29. യോഹന്നാൻ സുവിശേഷം 19-ന്റെ 10-11. John chapter 19 verses 10 and 11. പീലാത്തോസ് 19-ന്റെ. John chapter 19 verses 10 and 11. അത് എത്രാമത്തെ വാക്യ? 11. പ്രൈസ് ദി ലോർഡ്. മേലിൽ നിന്ന് സ്തോത്രം അനുവാദം കിട്ടിയിട്ടല്ലാതെ എൻ്റെ മേൽ ഒരധികാരവും നിനക്കില്ല എന്ന് യേശു പീലാത്തോസിനോട് പറഞ്ഞു. Jesus was answering to Pilate that you would have no authority over me unless it had been given you from above. For നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില രോഗങ്ങൾ വരുമ്പോൾ, ചില പ്രതിബന്ധങ്ങൾ വരുമ്പോൾ മുന്നോട്ട് നീങ്ങുമെന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ പിശാചിനോട് നമ്മൾ ഉറക്കെ പറയണം, സാത്താനേ, മേലിൽ നിന്ന് അനുവാദം ലഭിക്കാത്തിടത്തോളം എൻ്റെ മേൽ ഒരു അധികാരവും നിനക്കില്ല. Amen. Whenever there are certain troubles or difficulties arises in your life, you have to always keep reminding and tell the Satan that unless you have been given an authority from above, you cannot touch me. Hallelujah, hallelujah, hallelujah. Praise the Lord. സങ്കീർത്തനത്തിൽ നമ്മൾ യഹോശാഫാത്തിനെ കുറിച്ച് ദാസൻ പ്രിയ ജോച്ചാൽ കൂടി കേൾക്കുവാനിടയായി തീർന്നു. We heard from the Psalm exhortation about Jehoshaphat. Praise the Lord. യഹോശാഫാത്തിന്റെ നേരെ മോവാബ്യരും അമോന്യരും മെയൂന്യരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു 3-4 രാജ്യങ്ങളും രാജാക്കന്മാരും ഒന്നിച്ച് യുദ്ധത്തിനായിട്ട് വന്നു. Jehoshaphat was being faced by a group of unknown enemies, Midianites, Amorites and Moabites.
അപ്പോൾ യഹോശാഫാത്ത് ഒരു നല്ല രാജാവായിരുന്നു, ദൈവഭക്തനായിരുന്നു. Jehoshaphat was a good king and he was fearing the God. യഹോശാഫാത്ത് ദൈവത്തോട് നിലവിളിച്ചു, എൻ്റെ ദൈവമേ സ്തോത്രം, ഈ വലിയ ശക്തിയോട് എതിർപ്പാൻ എനിക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നതുമില്ല. And Jehoshaphat was praying that, oh Lord, the God of our fathers, I don't know what to do and how I can stand against this big army. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ്. 2 Chronicles chapter 20 verse 12. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നുമില്ല. Oh our God, will you not judge them? For we are powerless before this great multitude who are coming against us. Nor do we know what to do, but our eyes are on you. എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. But our eyes are on you. നോക്കണേ, സ്തോത്രം. വേദനയോടെ ചങ്കുപൊട്ടി ഈ രാജാവ് ദൈവത്തോട് നിലവിളിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം അവിടെ പ്രവർത്തിച്ചു. പതിയിരിപ്പുകാരെ ഇറക്കി വിട്ടു. സ്തോത്രം. ഈ വന്നവരെല്ലാം ഭീതി കൊണ്ട് തിരിഞ്ഞോടുവാനിടയായി തീർന്നു. സ്വർഗത്തിലെ ദൈവം യഹോശാഫാത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായി തീർന്നു. Enemies are destroyed by God and God sent his great help to Jehoshaphat. Amen. Hallelujah. ഞാനത് വിശദീകരിക്കുന്നില്ല. 20-ാം അധ്യായം വീട്ടിൽ ചെല്ലുമ്പോൾ സാവകാശത്തിൽ വായിച്ചു നോക്കിയാൽ മതി. വളരെ ചിന്തനീയമായ പല വിഷയങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. We can see very thoughtful things throughout the chapter of 20 in 2 Chronicles. Hallelujah. സ്തോത്രം. സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം, എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു സംഭവം കൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Similarly, I would like to mention an incident happened in the life of Esther, Queen Esther. സ്തോത്രം. യഹൂദനായ ഒരു മൊർദെഖായി ഹേതുവാൽ രാജാവിൻ്റെ ഉറ്റ സ്നേഹിതനും രാജാവിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഉദ്യോഗസ്ഥനുമായ ഹാമാൻ വളരെ വിഷമത്തിലായി. Haman became in trouble at that time. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ ശേരസിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറയുവാനിടയായി. Haman is actually came into a big troubled situation and he was explaining all the troubles he is happening to his own wife Zeresh. അപ്പോൾ ഈ ഹാമാന്റെ ഭാര്യയും വിദ്വാൻമാരും ഹാമാനോട് പറഞ്ഞ ഒരു സെന്റൻസ് എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലുണ്ട്. The book of Esther, chapter 6, verse 13. Haman, when he recounted to Zeresh, his wife and all his friends, everything that had happened to him, his wife was telling back a reply. ഒന്ന് വായിക്കാവോ? കേട്ടോ, ഹാമാന്റെ ഭാര്യ ഒരു ജാതീയ സ്ത്രീയാ കേട്ടോ. യഹൂദന്മാരെ കുറിച്ചോ യഹൂദ പ്രമാണത്തെ കുറിച്ചൊന്നും അറിയത്തില്ല, എങ്കിലും ഒരു സത്യം അറിയാം. ഹല്ലേലൂയ. ഹാമാനെ, മൊർദെഖായി യഹൂദനാണെങ്കിൽ നീ അവന്റെ മുമ്പിൽ ജയിക്കയില്ല, നീ തോറ്റുപോകുകയുള്ളൂ എന്ന് ദുഃഖിതനായിരുന്ന തൻ്റെ ഭർത്താവായ ഹാമാനോട് ഭയം കൂടാതെ തൻ്റെ ഭാര്യ പറയുകയുണ്ടായി. Haman's wife, though she is not a Jewish person, still he was telling her husband, if Mordecai, before whom you have begun to fall, is of Jewish origin, you will not overcome him, but will surely fall before him. മൊർദെഖായി യഹൂദനായിരിക്കുന്നിടത്തോളം കാലം ഹാമാനെ നിനക്കവനെ ജയിക്കാൻ കഴിയത്തില്ല. Mordecai was being warned. If Haman was being warned by Haman's wife that if Mordecai was a Jewish person, then you are not going to win him. ദൈവം മൊർദെഖായിയോടൊപ്പം ഉണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? അതിന് കാരണം റോമാലേഖനം 9-ാം അധ്യായം
4-5 വാക്യത്തിൽ നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുക. God was with Mordecai. Do you know the reason? The reason is very beautifully represented in the book of Romans chapter 9. Romans chapter 9 verse 4 and 5 ഒന്ന് ഉറക്കെ വായിക്കാവോ? അവർ ഇസ്രായേലിയർ ആ ആ ആ ആ ആ ആ ആ ക്രിസ്തു ആ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മൊർദെഖായി യഹൂദനാണെങ്കിൽ ഹാമാനെ ജയിക്കുകയില്ല. കാരണം എന്നാന്നറിയാമോ? അവർ ഇസ്രായേലിയർ, പുത്രത്വമുള്ളവർ, തേജസ്സുള്ളവർ, നിയമങ്ങളുള്ളവർ, ന്യായപ്രമാണമുള്ളവർ, ആരാധനയുള്ളവർ, വാഗ്ദത്തമുള്ളവർ, പിതാക്കന്മാരും അവർക്കുള്ളത്. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു ജഡപ്രകാരം ഉത്ഭവിച്ചത് അവരുടെ ഇടയിൽ നിന്നാണ്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. അവൻ അവനോടുകൂടി ഉണ്ട്, അവൻ അവനോടുകൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊർദെഖായി, ഹാമാനെ, മൊർദെഖായി നിനക്ക് ജയിക്കാൻ സാധിക്കുകയില്ല. Praise the Lord. Here we can see the importance of Israelites. Israelites are a special group and a privileged people because to whom belongs the adoption as sons and the glory and the covenants and the giving of the law and the temple service and the promises, whose are the fathers and from whom is the Christ according to the flesh, who is over all, God bless forever. And Mordecai, if he belonged to that Israelite, Mordecai won't be won by anybody. Praise the Lord. Hallelujah. തിരുവെഴുത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. അടുത്തത്, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. Amen. എന്തുകൊണ്ട്? അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. വളരെ അണ്ടർലൈൻ ഇട്ട് സൂക്ഷിക്കേണ്ട ഒരു വാക്യമാണ്. ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ഈ യോഹന്നാൻ്റെ ലേഖനം എല്ലാം എഴുതി അതിൻ്റെ അവസാന അധ്യായത്തിൽ കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വേദവാക്യമാണ് ഇപ്പോൾ വായിച്ചത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാം വാക്യം. 1 John chapter 5 verse 18, we can see another beautiful verse. വായിച്ചേ. ആ ആ ആ ആ Hallelujah. കേട്ടോ? ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടാൻ കഴിയുന്നില്ലെന്ന്. Praise the Lord. We know that no one who is born of God sins, but he who was born of God keeps him, and the evil one does not touch him. ദുഷ്ടൻ അവനെ തൊടാൻ കഴിയാത്തത് കൊണ്ടാ മിന്നലും ഇടിമിന്നലും പോലും വന്ന് ദയവായി ഞങ്ങൾ വിടകൊള്ളുന്നു, ഞങ്ങളെ പറഞ്ഞയക്കണമേ എന്ന് ഇയ്യോബേ നിനക്കങ്ങനെ പറഞ്ഞ് ഈ മിന്നലിനെ പറഞ്ഞയക്കാമോ എന്ന് യഹോവയായ ദൈവം ചോദിക്കുന്നത്. No one was able to touch a godly child because until he gives permission. That is the reason lightning came and asked permission to destroy or to someone. ഈ ദൈവജനത്തെ മുടിപ്പിക്കുവാൻ തക്കവണ്ണം പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഒരുപാട് ശക്തികൾ എഴുന്നേറ്റിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. It is a truth that since the beginning always there is a war against good. പക്ഷെ ദൈവം അനുവദിക്കാത്തിടത്തോളം കാലം ആ പ്രൊട്ടക്ഷനിൽ നമ്മൾ ആയിരിക്കുന്നത് കൊണ്ട് ശത്രുവിന് നമ്മെ തൊടാൻ കഴിയില്ല. Always, since God is the protector of godly ones, the enemy is unable to destroy wholly the godly people. സംഖ്യാപുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്. ഈ മോവാബ് രാജാവായ ബാലക്ക് എന്ന് പറയുന്ന ഒരു രാജാവ് ഇത് സഹിക്കാൻ മേല, ഈ മൊർദെഖായി നിമിത്തം ഹാമാന് സഹിക്കാൻ മേലാഞ്ഞതുപോലെ ഈ ബാലക്കിന് സഹിക്കാൻ മേല ഈ ഇസ്രായേൽ, ഈ യഹൂദജനം. സ്തോത്രം. അതുകൊണ്ട് യാക്കോബിനെയും അവൻ്റെ തലമുറയെയും ശപിക്കേണ്ടതിന് വേണ്ടി ബിലയാമിനോട് പറവാൻ ചില ദൂതന്മാരെ അയച്ചു. Balak was so envious about Jacob and his sons, and Balak wanted to curse them, and so he was inviting a prophet called Bileam. ദൂതന്മാർ വന്ന് ബിലയാമിനോട് പറഞ്ഞു ഇസ്രായേലിനെ ശപിക്കണമെന്ന്. ബിലയാം പറഞ്ഞു, ദേവിയെ എന്നെ ഉപദ്രവിച്ചേക്കരുത്, എനിക്കത് സാധിക്കുകയെന്ന് പറഞ്ഞു.
ആ ദൂതന്മാരെ വിട്ടു. And Balak sent a few group of people to invite Bileam to come and curse these Israelites. But Bileam replied very straight that I am unable to curse a person who has God blessed him. മോവാബ് രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? അതിനേക്കാൾ പ്രമാണിമാരായ മൂപ്പന്മാരെ ഈ ബിലെയാമിന്റെ അടുക്കലേക്ക് അയച്ചു. This Moab, the king of Moab actually sent again more powerful group of men to this prophet Bileam. പ്രമാണിമാരായ മൂപ്പന്മാർ വന്ന് ബിലെയാമിനോട് പറഞ്ഞപ്പോൾ ബിലെയാം അകത്ത് കയറി ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. When he saw some eminent or certain important personalities, this prophet said, let me go inside and pray and ask God for his direction. പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോഴാണ് ദൈവം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞതാ. The time he kneeled down to pray, God answered that prophet, do not go with this group. അത് പറഞ്ഞാൽ പറ്റിയല്ല, എന്നെ വിട്ടയക്കണം ഞാൻ പിടിച്ച് പ്രാർത്ഥിക്കുക, വിട്ടയക്കണം എന്ന് പറഞ്ഞ് ഈ ബിലെയാം പ്രാർത്ഥന തുടങ്ങി. This Balaam actually started to pray to God very insistently that I need to go with them. അവസാനം ദൈവം പറഞ്ഞു അങ്ങനെ നിനക്ക് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ നീ ചെല്ലാൻ പറഞ്ഞു. Since Balaam actually insisted to go with that group, God allowed him to go. പോയ വഴിക്കുണ്ടായ ഭവിഷ്യത്തുകളൊന്നും ഞാൻ വിവരിക്കുന്നില്ല. There were a lot of consequences happened due to that disobedience to God and his journey, but I am not explaining. ആ പാവം പിടിച്ച ബിലെയാമിന്റെ കഴുതയെ ബിലെയാം തല്ലിയതൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? You all might be remembering Balaam actually hit the donkey on whom he was carried. കഴുതയുടെ കണ്ണ് തുറന്ന് ദൈവം തമ്പുരാൻ, അപ്പൊ ദൂതന്മാർ ഊരിപ്പിടിച്ച് വാളി പിടിച്ച് നിൽക്കുന്നത് കഴുത കണ്ടു. Donkey's vision, actually donkey saw angels were blocking their way, but Balaam the prophet was unable to see the angels. കഴുത സഡൻ ബ്രേക്ക് ചെയ്തതുകൊണ്ട് ആ മതിലേൽ ചേർന്ന് ഈ ബിലെയാമിന്റെ കാൽ ഒരഞ്ഞു. Actually, this donkey pressed Balaam's foot against the walls. ബിലെയാം ദേഷ്യപ്പെട്ട് കഴുതയെ അടിച്ചു. Actually, he became so angry, so he struck that donkey. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഴുത വാ തുറന്ന് സംസാരിക്കുക. എൻ്റെ യജമാനന് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം നിനക്കുണ്ടായിട്ടുണ്ടോ? നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഞാൻ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ? Then the Lord opened the mouth of a donkey, and the donkey told Balaam, what have I done to you that you have struck me these 3 times? കഴുത പ്രാർത്ഥിച്ചു കാണും, ദൈവമേ ഞാൻ എത്ര പ്രസംഗിച്ചാലും സാക്ഷി പറഞ്ഞാലും ഇങ്ങേരുടെ കണ്ണ് തുറക്കുകയില്ല, തമ്പുരാനൊന്ന് തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചു. I was imagining that maybe the donkey prayed God to open the eyes of this prophet Balaam. അപ്പോഴാണ് ബിലെയാം കണ്ടത് ഊരിപ്പിടിച്ച ദൂതന്മാരെ ബിലെയാം അപ്പോൾ കണ്ടു. Then the Lord opened the eyes of Balaam, and he saw the angel of the Lord standing in the way with his drawn sword in his hand, and he bowed. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, ഞാൻ എൻ്റെ വാക്കുകളെ ഇനി അധികം മുന്നോട്ട് നീട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒടുവിലായിട്ട് ഈ ബാലക്ക് ചോദിച്ചു, എന്താ ബിലെയാമേ, നിന്നോട് അവരെ ശപിക്കാൻ പറഞ്ഞിട്ട് നീ എന്നാ കാണിച്ചാ വന്നത്? നീ അവരെ അനുഗ്രഹിച്ചാണ് വന്നത്, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അതിൻ്റെ ഭാഗം ദൈവത്തിന് സ്തോത്രം. ഈ സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിച്ചേ. ദൈവം ശപിക്കാത്തവനെ, ശ്രദ്ധിക്കണം എല്ലാവരും, ദൈവം ശപിക്കാത്തവനെ ഞാനെങ്ങനെ ശപിക്കും? ദൈവം പ്രാകാത്തവനെ ഞാനെങ്ങനെ പ്രാകും? എനിക്ക് പറ്റത്തില്ല രാജാവേ, എന്നാ പറഞ്ഞാലും കൊള്ളാം, ഞാൻ ശപിക്കണമെന്ന് വിചാരിച്ചാ പോയത്. പക്ഷേ അവിടെ ചെന്ന് സ്തോത്രം, ദൈവത്തിന് ജനമായ ഈ ഇസ്രായേലിനെ, യാക്കോബിനെ, തൻ്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിച്ചാ വന്നിരിക്കുന്നതെന്ന് രാജാവിനോട് പറയാനിടയായി തീർന്നു. Balak asked Balaam, what have you done? I took you to curse these enemies, but behold, you are actually blessing them. Then Balaam replied Balak, how shall I curse whom God has not cursed? And how can I denounce whom the Lord has not denounced? ഇത് തന്നെയാണ്
പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നീ ഭയപ്പെടണ്ട, നീ ഏകനാണെന്ന് നീ വിചാരിക്കണ്ട, ഞാൻ നിന്നോട്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും. That the same thing God actually gave as a word to Moses also. Never ever think that you are all alone. Do not be discouraged or dismayed, for I am with you. I will be your righteous right hand. പ്രിയപ്പെട്ട ദൈവമക്കളെ, Hallelujah. നമ്മുടെ കർത്താവിൻ്റെ പുതിയ നിയമ പേരാണ് ഇമ്മാനുവേൽ. Amen. Our Lord Jesus is new. The name in New Testament is Emmanuel. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേര് വിളിക്കപ്പെടും. He is always with us. That is the meaning of Emmanuel. Praise the Lord. Hallelujah. സർവശക്തനായ ദൈവത്തിന് ചിറകി, നമ്മുടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തനും നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. And that is the reason psalmist is saying in Psalm 91, he who dwells in the shelter of the Most High will say to the Lord, you are my God and you are my shield. അങ്ങനെയാണ് മിന്നലൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ഇടിമിന്നലൊക്കെ വരുമ്പോഴുണ്ടല്ലോ, ഇടിമിന്നലിന് സമാനമായ വിഷയം വരുമ്പോഴുണ്ടല്ലോ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എന്നാൽ അത് നിന്നോട് അടുത്ത് വരികയില്ല. That is why the psalmist is saying, 1,000 may fall at your side and 10,000 on your right hand, but it will never come near you. ഈ ദൈവവചനത്തെ ദൈവത്തോളം വലുപ്പത്തിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ വളരെ വിശുദ്ധിയിൽ സൂക്ഷിപ്പാനും ദൈവകൃപയിൽ നിലകൊള്ളുവാനും തക്കവണ്ണം നമുക്ക് കഴിയുന്ന പക്ഷം ദൈവിക സുരക്ഷിതത്വം നമുക്ക് ലഭ്യമായി തീരും. Whenever we consider this holy scripture as our Lord and God, and if we keep it near to us, and God will always protect us as a shield. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആരോഗ്യത്തോടും സൗഖ്യത്തോടും ആത്മബലത്തോടും ദൈവകൃപയോടും സ്വർഗീയ സുരക്ഷിതത്വത്തോടും കൂടി ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതാത് സ്ഥാനങ്ങളിൽ പാർപ്പിക്കട്ടെ. കർത്താവിൻ പകലുള്ളിടത്തോളം നമുക്ക് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.